It's all business. The psyche of the people and making money. That's all. എമ്പുരാൻ സിനിമയെ ചൊല്ലി പാർലമെന്റിൽ ഇടത് MP ജോൺ ബ്രിട്ടാസും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും നേർക്കുനേർ. അറബിക്കടലിൽ മുക്കുകല്ല ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല. എമ്പുരാൻ സിനിമയ്ക്ക് നേരെ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി തന്റെ പേര് ചിത്രത്തിൽ ക്രെഡിറ്റിൽ നിന്ന് ഒഴിവാക്കിയത് താൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണെന്നും പറഞ്ഞു. രാജ്യസഭയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. I was the first person to call up the producers and ask them to delete my name in the form of a credit card towards the beginning of the film. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ സുരേഷ് ഗോപിയോട് ഉപമിച്ചായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ രാജ്യസഭയിലെ പ്രസംഗം. എമ്പുരാൻ സിനിമയിലെ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഉണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കഴിഞ്ഞ ദിവസവും ബ്രിട്ടാസ് പാർലമെന്റിൽ ഉയർത്തിയിരുന്നു. എമ്പുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്, മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം, BJPയുടെ ബെഞ്ചിൽ കാണാം. ഈ മുന്നയെ മലയാളിയും കേരളവും തിരിച്ചറിയും. അതാണ് കേരളത്തിന്റെ ചരിത്രം, പറഞ്ഞു. ഇതോടെയാണ് സുരേഷ് ഗോപി ഇടപെട്ട് സംസാരിച്ചത്. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് യാതൊരു സമ്മർദ്ദവും നേരിടേണ്ടി വന്നിട്ടില്ല. അതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് നിർമ്മാതാക്കൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ്. എൻ്റെ പേര് ക്രെഡിറ്റിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ് നീക്കം ചെയ്യിപ്പിച്ചതാണ്. ഇതാണ് യാഥാർത്ഥ്യം. എമ്പുരാനെക്കുറിച്ച് സംസാരിക്കുന്നവർ DP 51 റിലീസ് ചെയ്യാൻ ധൈര്യം കാട്ടുമോ? സുരേഷ് ഗോപി ചോദിച്ചു. ലെഫ്റ്റ് റൈറ്റ് സിനിമ ഉയർത്തിക്കാട്ടിയും സുരേഷ് ഗോപി ബ്രിട്ടാസിനെതിരെ തിരിഞ്ഞു. വിവാദങ്ങളെ തുടർന്ന് മോഹൻലാൽ ചിത്രമായ സിനിമയുടെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയ കൂട്ടത്തിൽ നേരത്തെ സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കിയിരുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങൾ എമ്പുരാൻ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.